പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ 100 ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. നോക്കാം 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. മുട്ടിൽ മരമുറി കേസിൽ അന്വേഷണം തടയണമെന്ന പ്രതികളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. പുറത്തുവന്നത് മഞ്ഞുമലയുടെ അഗ്രം മാത്രമെന്ന് സർക്കാർ. മരമുറിക്കാൻ അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടിയെടുത്തെന്ന് കോടതി. ഉന്നത ബന്ധമുള്ള കേസെന്നും അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും സർക്കാർ. മുഖ്യപ്രതികളെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ. മുട്ടിൽ മരമുറിയിൽ പോലീസ് അന്വേഷണം തുടരുന്നു. ഈട്ടിമരങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന റവന്യൂ വകുപ്പിന്റെ പരാതിയിലാണ് അന്വേഷണം. മുട്ടിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് തടി കടത്തിയ ലോറി കോഴിക്കോട് നിന്ന് കസ്റ്റഡിയിലെടുത്തു. ഇടുക്കി ജില്ലയിലും മരമുറി വിവാദം. നെടുങ്കണ്ടത്ത് റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ അനുമതിയില്ലാതെ മരം മുറിച്ച പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്കെതിരെ കേസ്. മഴക്കാലത്ത് അപകട ഭീഷണി ഉയർത്തിയ മരങ്ങൾ മാത്രമാണ് മുറിച്ചതെന്ന് PWD ഉദ്യോഗസ്ഥർ. അനുമതിയില്ലാതെ മുറിച്ച മരങ്ങൾ കാണാനില്ലെന്ന് വനംവകുപ്പ്. ഉടുമ്പൻചോല പോലീസിൽ പരാതിയുമായി PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാർ തള്ളി. പെട്രോളും ഡീസലും GST പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിന്റെ പിന്തുണയ്ക്കില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. വില വർധന ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. വില കുറയ്ക്കാൻ ഒന്നിച്ചാവശ്യപ്പെടാമെന്ന് ധനമന്ത്രി. ജനങ്ങളെ പിഴിയുന്നതിന്റെ പങ്ക് പറ്റുകയാണ് സംസ്ഥാന സർക്കാരെന്ന് പ്രതിപക്ഷം. രാജ്യത്ത് ഇന്നും ഇന്ധനവില കൂട്ടി. പെട്രോളിന് 25 പൈസയും ഡീസലിന് 27 പൈസയും വർദ്ധിപ്പിച്ചു. ഈ മാസം വില കൂട്ടുന്നത് 5ാം തവണ. രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാൻ തുടങ്ങി കോൺഗ്രസ്. വിവാദങ്ങൾക്കിടെ കെ സുരേന്ദ്രന് പിന്തുണയുമായി BJP സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ്. സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയേണ്ടെന്നും കേന്ദ്ര നേതൃത്വം പിന്തുണയ്ക്കണമെന്നും JP നദ്ദയ്ക്ക് റിപ്പോർട്ട്. കെ സുരേന്ദ്രൻ, അമിത്ഷാ, JP നദ്ദ എന്നിവരുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. മഞ്ചേശ്വരം കോഴക്കേസിൽ ക്രൈംബ്രാഞ്ച് ഇന്ന് K സുന്ദരയുടെ മൊഴിയെടുക്കും. പ്രാദേശിക BJP നേതാക്കൾ ഭീഷണിപ്പെടുത്തിയെന്ന മൊഴി പരിശോധിക്കും. ഗുരുതര കുറ്റങ്ങൾക്കുള്ള വകുപ്പുകൾ ചേർത്ത് തുടരന്വേഷണം. നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സർക്കാർ രാഷ്ട്രീയമായി തകർക്കാൻ ശ്രമിക്കുകയാണെന്ന പരാതിയുമായി BJP. ഗവർണർക്ക് പരാതി നൽകും. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യം. സംസ്ഥാന BJPയിലെ വിവാദങ്ങളിൽ കടുത്ത അതൃപ്തിയുമായി RSS. സംഘടനയുടെ പണം ധർമ്മരാജനെ ഏൽപ്പിച്ചത് തെറ്റെന്ന് തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന മുതിർന്ന പ്രചാരകന്മാർ. ഹെലികോപ്റ്ററിലും കാറിലും പോകുന്ന നേതാക്കൾക്ക് ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നില്ലെന്നും വിമർശനം. കൊടകര കേസിൽ കവർച്ച ചെയ്യപ്പെട്ട പണം തിരികെ നൽകണമെന്ന ധർമ്മരാജന്റെ ഹർജി കോടതി മടക്കി. ഹർജിയിലെ പിഴവുകൾ പരിഹരിച്ച് വീണ്ടും സമർപ്പിക്കാം. പരാതിക്കാരനായ ഇടതുപക്ഷ സ്ഥാനാർത്ഥി VV രമേശിന്റെ മൊഴി രേഖപ്പെടുത്തി. BJPയെ സംസ്ഥാന സർക്കാർ വേട്ടയാടുന്നുവെന്ന് MT രമേശ്. പണം തട്ടിയത് CPIഎമ്മിനു വേണ്ടി കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന സംഘം. നടക്കുന്നത് K സുരേന്ദ്രനെ കള്ളക്കേസിൽ കുടുക്കി വേട്ടയാടാനുള്ള ശ്രമം. സുന്ദര പത്രിക പിൻവലിച്ചത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും MT രമേശ്. പാർട്ടി പുനഃസംഘടന ആദ്യ ദൌത്യമെന്ന് K സുധാകരൻ. 3 മാസത്തിനുള്ളിൽ ബൂത്ത് തലം മുതൽ അഴിച്ചുപണി. കോൺഗ്രസ് വിട്ട് NCPയിലേക്ക് പോയവർ വൈകാതെ പാർട്ടിയിലേക്ക് മടങ്ങുമെന്നും K സുധാകരൻ 24നോട്. KPCC അധ്യക്ഷൻ K സുധാകരൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും പാർട്ടി MLAമാരുമായി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസിലെ ജംബോ കമ്മിറ്റികൾ പിരിച്ചുവിടണമെന്ന് K മുരളീധരൻ. പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ K സുധാകരന് കഴിയും. കോൺഗ്രസിന്റെ BJP മൃദു സമീപനം ന്യൂനപക്ഷങ്ങളെ അകറ്റിയെന്നും K മുരളീധരൻ. സംസ്ഥാന കോൺഗ്രസിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച് നിർദ്ദേശം തേടി കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി. ഹൈക്കമാൻഡ് തീരുമാനങ്ങളിൽ മുതിർന്ന നേതാക്കളുടെ നിലപാട് സംബന്ധിച്ച് വിവരങ്ങൾ തേടി. മുല്ലപ്പള്ളിയെ മാറ്റിയത് പൊതുസാഹചര്യം കണക്കിലെടുത്തെന്ന് ഹൈക്കമാൻഡ്. പ്രസവ ശുശ്രൂഷ കിട്ടാതെ കോവിഡ് ബാധിതയായ ആദിവാസി സ്ത്രീയുടെ നവജാത ശിശു മരിച്ചെന്ന് പരാതി. സംഭവം പാലക്കാട് ജില്ലാ മാതൃശിശു ആശുപത്രിയിൽ. 7 മാസം ഗർഭിണിയായിരുന്ന യുവതിയെ ലേബർ റൂമിലേക്ക് മാറ്റിയില്ല എന്നാണ് പരാതി. വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് ആശുപത്രി സൂപ്രണ്ട്. രാജ്യത്ത് പ്രതിദിന കോവിഡ് ബാധിതർ 2ാം ദിവസവും 1 ലക്ഷത്തിൽ താഴെ. 24 മണിക്കൂറിനിടെ 92,596 പോസിറ്റീവ് കേസുകളും 2,219 മരണവും. രോഗമുക്തി നിരക്ക് 94.55%. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ ഉന്നതതല യോഗം. ദീർഘദൂര സർവീസ് പുനരാരംഭിച്ച് KSRTC. 2 മാത്രം യാത്രയ്ക്ക് അനുമതി. എന്റെ KSRTC എന്ന ആപ്പിലൂടെ ടിക്കറ്റ് റിസർവ് ചെയ്യാം. GB പന്ത് ആശുപത്രിയിൽ മലയാളം സംസാരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയ നഴ്സിംഗ് സൂപ്രണ്ട് മാപ്പ് പറഞ്ഞു. ക്രിയാത്മക ഉദ്ദേശത്തോടെയാണ് സർക്കുലർ പുറപ്പെടുവിച്ചതെന്ന് വിശദീകരണം. തന്റെ ഭാഗം വിശദീകരിക്കാൻ അവസരം ലഭിച്ചില്ലെന്നും സർക്കുലർ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടെന്നും നഴ്സിംഗ് സൂപ്രണ്ട്.
സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. 40 ദിവസത്തേക്ക് കേരള തീരത്ത് യന്ത്രവൽകൃത വള്ളങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് അനുമതിയില്ല. തൊഴിലാളികൾക്ക് പരമ്പരാഗത വള്ളങ്ങളിൽ മീൻ പിടിക്കാം. ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് EMCCയുമായി ധാരണാപത്രം റദ്ദാക്കുകയോ ഒപ്പുവയ്ക്കുകയോ ചെയ്തിട്ടില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ. വിദേശ കമ്പനികൾക്കും തദ്ദേശ കോർപ്പറേറ്റുകൾക്കും ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ഫിഷറീസ് നയം അനുവദിക്കുന്നില്ല. 2019 ഈ നയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്നും മന്ത്രി സജി ചെറിയാൻ. സംസ്ഥാനത്ത് വെള്ളി മുതൽ ഞായർ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്നും നാളെയും കാലവർഷം ദുർബലമാകും. വെള്ളിയാഴ്ച 11 ജില്ലകളിലും ശനി ഞായർ ദിവസങ്ങളിൽ 13 ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. അബുദാബിയിൽ നിന്ന് വധശിക്ഷയിൽ നിന്ന് മോചിതനായ ബെക്സ് കൃഷ്ണൻ നാട്ടിലെത്തി. ബെക്സിന്റെ മോചനം സാധ്യമായത് വ്യവസായി MA യൂസഫ് അലിയുടെ ഇടപെടലിൽ. ബ്ലഡ് മണിയായി കെട്ടിവച്ചത് 1 കോടി രൂപ. ബെക്സിന് ജോലി നൽകുമെന്ന് MA യൂസഫ് അലി 24നോട്. സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് നടപടി ശരിവെച്ച് ഹൈക്കോടതി. കോഫെ പോസ ചോദ്യം ചെയ്ത് KT റമീസ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ഉത്തരവ് കസ്റ്റംസ് തുടർ നടപടികൾക്ക് തയ്യാറെടുക്കവേ. കേസിൽ KT റമീസിന്റെ സഹായി മൻസൂർ പിടിയിൽ. ബിനീഷ് കോടിയേരിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വീണ്ടും മാറ്റി. EDയുടെ അഭിഭാഷകൻ കോവിഡ് കാരണം ഹാജരായില്ല. ജാമ്യ ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെക്കുന്നത് 8ാം തവണ. അടുത്ത ബുധനാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ വിദേശത്തേക്ക് കടന്ന പ്രതികളെ നാട്ടിലെത്തിക്കാൻ പോലീസ്. കേസിലെ 5ഉം 6ഉം പ്രതികളായ നിസാം സലി, ഡോക്ടർ അജാസ് എന്നിവരെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങി. വായ്പാ തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട വജ്രവ്യാപാരി മെഹുൽ ചോക്സിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഡൊമിനിക്ക ഹൈക്കോടതി മാറ്റി. ഹർജി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. ചോക്സി ഹൈക്കോടതിയെ സമീപിച്ചത് ജാമ്യാപേക്ഷ മാജിസ്ട്രേറ്റ് കോടതി നിരസിച്ചതിനെ തുടർന്ന്. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റി. പരീക്ഷകൾ നടക്കുക ഈ മാസം 21 മുതൽ. ലോക്ഡൌൺ നീട്ടിയാൽ പ്രത്യേക അനുമതി തേടുമെന്നും അധികൃതർ. സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിന് പൂർണ്ണ സൗകര്യമൊരുക്കും. തീരുമാനം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ. പ്രശ്നങ്ങൾ പഠിക്കാൻ സെക്രട്ടറി തല സമിതിക്ക് നിർദ്ദേശം. ആദ്യ പരിഗണന ST മേഖലയ്ക്ക്. ഇന്റർനെറ്റ് സേവനദാതാക്കളുടെ യോഗം നാളെ. കുട്ടനാട്ടിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് പ്രത്യേക പരിഗണന നൽകി പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ. 44 നദികളും ശുദ്ധീകരിക്കുകയാണ് ലക്ഷ്യം. മലിനീകരിക്കപ്പെട്ട 21 നദികളുടെ DPR ഇതുവരെ തയ്യാറാക്കിയെന്നും മന്ത്രി. വരുമാനത്തിലെ ഇടിവ് മറികടക്കാൻ പദ്ധതിയുമായി KMRL. ആലുവ, ഇടപ്പള്ളി, വടക്കേക്കോട്ട എന്നിവിടങ്ങളിലെ ഭൂമി പാട്ടത്തിന് നൽകും. പ്രധാന മെട്രോ സ്റ്റേഷനുകളിൽ കുറഞ്ഞ വാടകയ്ക്ക് ഓഫീസ് സ്പേസ് നൽകാനും തീരുമാനം. മണിമലയാറ്റിൽ ചാടിയ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറുടെ മൃതദേഹം കണ്ടെത്തി. മണിമല മൂന്നാനിയിലെ തടയണയ്ക്ക് സമീപത്തു നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാവിലെയാണ് സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ പ്രകാശ് പുഴയിൽ ചാടിയത്. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വ്യാജ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി മലമ്പുഴ പോലീസ്. എടാമ്പറമ്പ് P പ്രതീഷിനെ ആലത്തൂരിലെ വീട്ടിലടക്കം എത്തിച്ച് തെളിവെടുക്കും. ഇയാൾക്കെതിരെ സാമ്പത്തിക ക്രമക്കേടും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വോൾട്ടേജ് സോഴ്സ് കൺവേർട്ടർ സിസ്റ്റം കമ്മീഷൻ ചെയ്ത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ. ഛത്തീസ്ഗഡിലെ റായ്ഗഡ് വഴി തമിഴ്നാട്ടിലെ തുകലൂരിലും കേരളത്തിലെ തൃശൂരും വൈദ്യുതി എത്തിക്കുന്നതാണ് പദ്ധതി. തൃശൂർ മാടക്കത്തറയിലുള്ള സബ്സ്റ്റേഷനിൽ എത്തിക്കുന്നത് 2000 മെഗാവാട്ട് വൈദ്യുതി. ദേശീയ വാർത്തകൾ. കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ജിതിൻ പ്രസാദ് BJPയിൽ ചേർന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ നിന്ന് BJP അംഗത്വം സ്വീകരിച്ചു. AICC ജനറൽ സെക്രട്ടറിയായ ജിതിൻ പ്രസാദ് കോൺഗ്രസിലെ വിമത വിഭാഗമായ G23 അംഗമായിരുന്നു. BJPയിൽ നിന്ന് പുറത്താക്കപ്പെട്ട OBC മോർച്ച മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ഋഷി പൽപു കോൺഗ്രസിൽ ചേർന്നേക്കും. സംസ്ഥാന നേതൃത്വവുമായി പ്രാഥമിക ചർച്ച നടത്തിയതായി സൂചന. ടൂൾ കിറ്റ് കേസിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രമൺ സിംഗും സംപിത് പത്രയും ബിലാസ്പൂർ ഹൈക്കോടതിയിൽ. കാൺപൂർ പോലീസ് തെറ്റായി FIR രജിസ്റ്റർ ചെയ്തെന്ന് പരാതി. പൊതു ഡൊമൈൻ അവതരിപ്പിച്ച ടൂൾ കിറ്റിൽ കമന്റ് ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും ഹർജി. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ബസ്സും ട്രക്കും കൂട്ടിയിടിച്ച് 17 മരണം, 24 പേർക്ക് പരിക്ക്. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. മുംബൈയിൽ കനത്ത മഴ. നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട്. സിയോൺ റെയിൽവേ സ്റ്റേഷനിലും GTB നഗർ സ്റ്റേഷനിലും ട്രാക്കിൽ വെള്ളം കയറി. ട്രെയിൻ ഗതാഗതം നിർത്തിവച്ചു.
കോവിഡ് വാക്സിൻ വിതരണത്തിൽ മുൻഗണന നൽകണമെന്നാവശ്യപ്പെട്ട് കോൾ ഇന്ത്യ ലിമിറ്റഡ്. കോവിഡ് ബാധിച്ച് ജീവൻ നഷ്ടമായത് കമ്പനിയിലെ 400 തൊഴിലാളികൾക്ക്. കോൾ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത് 2,59,000 പേർ. അടിയന്തരമായി സർക്കാർ 10 ലക്ഷം ഡോസ് വാക്സിൻ അനുവദിക്കണമെന്നും കമ്പനി. വാക്സിൻ സൗജന്യമായി നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് BSP നേതാവ് മായാവതി. തീരുമാനം ഉചിതമെങ്കിലും കാലതാമസം നേരിട്ടെന്ന് വിമർശനം. കൂടുതൽ പേരിലേക്ക് വാക്സിൻ എത്തിക്കാനുള്ള ശ്രമം തുടരണമെന്നും മായാവതി. കർഷക സംഘടനകളുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. പുതിയ കാർഷിക ബില്ലുകൾ റദ്ദാക്കുന്നത് ഒഴികെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാർ. കർഷകരുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ എന്നും പ്രവർത്തിക്കുമെന്നും കേന്ദ്ര കൃഷിമന്ത്രി. തമിഴ്നാട്ടിൽ ലൈംഗിക പീഡന പരാതിയിൽ കായിക അധ്യാപകൻ അറസ്റ്റിൽ. മയിലാദുതുരൈ സർക്കാർ സ്കൂൾ അധ്യാപകൻ അന്നാദുരൈയാണ് പിടിയിലായത്. നടപടി 3 വിദ്യാർത്ഥികളുടെ പരാതിയിൽ. കാർഷിക വിപ്ലവത്തിനൊരുങ്ങി ജമ്മു കശ്മീർ. ലിക്വിഡ് നാനോ യൂറിയ കർഷകർക്ക് നൽകുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് ലഫ്റ്റനന്റ് ജനറൽ മനോജ് സിൻഹ. ലോകത്തിലാദ്യമായാണ് ലിക്വിഡ് നാനോ യൂറിയ കർഷകർക്ക് നൽകുന്നത്. കശ്മീരിലേക്ക് യൂറിയ എത്തിക്കുക ഗുജറാത്തിലെ എഫ്കോ വളനിർമ്മാണശാലയിൽ നിന്ന്. ഉത്തർപ്രദേശിൽ വെന്റിലേറ്ററിൽ കഴിഞ്ഞ രോഗികളുടെ ഓക്സിജൻ ബന്ധം വിച്ഛേദിച്ച് മോഡൽ നടത്തിയ ആശുപത്രിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ആഗ്രയിലെ പാരാസ് ആശുപത്രിയുടെ ലൈസൻസാണ് സസ്പെൻഡ് ചെയ്തത്. ആശുപത്രി ഉടമയെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ്. പാർലമെന്റ് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി യോഗം ഈ മാസം 16-ന്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ആദ്യ യോഗം ചേരുന്നത് കോവിഡ് 2ാം തരംഗ പശ്ചാത്തലത്തിൽ. വാക്സിനേഷൻ പോളിസി ചർച്ച ചെയ്യാൻ സാധ്യത. ഭോപ്പാൽ ഇൻഡോർ വിമാനത്താവളങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. നടപടി ഭീഷണി സന്ദേശത്തെ തുടർന്ന്. സന്ദേശമയച്ച മധ്യപ്രദേശ് സ്വദേശി പിടിയിൽ. യുദ്ധമുഖത്തെ പൈലറ്റാവാൻ സൈന്യത്തിലിനിയ വനിതകളും. ആർമി ഏവിയേഷൻ വിംഗിൽ വനിതകളെയും ഉൾപ്പെടുത്താൻ നടപടികൾ ആരംഭിച്ചു. 2 വനിതാ ഓഫീസേഴ്സിനെ ഹെലികോപ്റ്റർ പൈലറ്റ് പരിശീലനത്തിന് തെരഞ്ഞെടുത്തു. ബീഹാറിലെ ദാനാപൂർ സിവിൽ കോടതി പരിസരത്ത് നിന്ന് രക്ഷപ്പെട്ട പ്രതികൾ കോടതിയിൽ കീഴടങ്ങി. 7 പ്രതികളെയും കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. വൈദ്യുതി വിതരണവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികൾ കോടതി പരിസരത്ത് നിന്ന് രക്ഷപ്പെട്ടത് ഇന്നലെ. അന്താരാഷ്ട്ര വാർത്തകൾ. നൈജീരിയയുടെ ട്വിറ്റർ നിരോധനത്തെ സ്വാഗതം ചെയ്ത് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമൂഹ മാധ്യമങ്ങൾ നിരോധിക്കുന്ന നടപടി കൂടുതൽ രാജ്യങ്ങൾ സ്വീകരിക്കണമെന്നും ഡൊണാൾഡ് ട്രംപ്. ഇറാഖിൽ വാക്സിനേഷൻ സുഗമമാക്കാൻ നടപടികളുമായി സർക്കാർ. വിദ്യാർത്ഥികൾ, അധ്യാപകർ, സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. ബ്രസീലിൽ 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് 2378 മരണം. പുതിയതായി റിപ്പോർട്ട് ചെയ്തത് 52,911 കേസുകൾ. ബ്രസീലിൽ ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിൻ ഉടൻ ലഭ്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി മാർസെലോ ക്യൂറോഗ. അമേരിക്കയിൽ നിന്ന് കയറ്റുമതി അംഗീകാരം ലഭിച്ചാലുടൻ വാക്സിൻ രാജ്യത്ത് ലഭ്യമാക്കും. കൂടുതൽ വേഗത്തിൽ വാക്സിനേഷൻ പൂർത്തിയാക്കുമെന്ന് ക്യൂറോഗ. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ ന്യൂസിലാൻഡ് സജ്ജമല്ലെന്ന് കാലാവസ്ഥാ കമ്മീഷൻ റിപ്പോർട്ട്. നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യം. റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്ത് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആർഡൻ. കോവിഡ് വ്യാപനം കുറഞ്ഞ സാഹചര്യത്തിൽ പൊതു ഇടങ്ങളിൽ മാസ്ക് നിർബന്ധമില്ലെന്ന് ഇസ്രായേൽ. കച്ചവട സ്ഥാപനങ്ങൾ അടക്കമുള്ള പൊതു ഇടങ്ങളിലെ നിയന്ത്രണങ്ങൾക്ക് ഇളവ്. തീരുമാനം രാജ്യത്ത് 65% പേരും വാക്സിൻ സ്വീകരിച്ച സാഹചര്യത്തിൽ. 12 വയസ്സിന് താഴെയുള്ളവരിലെ വാക്സിൻ പരീക്ഷണം വിപുലീകരിക്കാനൊരുങ്ങി ഫൈസർ ബയോഎൻടെക്. കൂടുതൽ പേരിൽ പരീക്ഷണം നടത്തും. കുട്ടികൾക്ക് നൽകുക കുറഞ്ഞ ഡോസിലുള്ള വാക്സിൻ. കോവിഡ് നിയന്ത്രണങ്ങൾ ശക്തമാക്കി മാലദ്വീപ്. നിയന്ത്രണങ്ങൾ ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടി. തീരുമാനം കോവിഡ് വ്യാപന സാഹചര്യത്തിൽ. കുടിയേറ്റക്കാർ തിക്കിത്തിരക്കുന്ന അമേരിക്ക മെക്സിക്കോ അതിർത്തി സന്ദർശിക്കാൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന് മേൽ സമ്മർദ്ദം. അമേരിക്കയിലേക്ക് കുടിയേറ്റക്കാർ വരേണ്ടെന്ന കമലാ ഹാരിസിന്റെ ഗ്വാറ്റിമലയിലെ പ്രതികരണം വിവാദമായിരുന്നു. അതിനിടെ ചൈനയെ തടയാൻ വ്യാപാര ബിൽ പാസാക്കി അമേരിക്കൻ സെനറ്റ്. ടോക്കിയോ ഒളിമ്പിക്സ് നടത്താനുള്ള തീരുമാനവുമായി സംഘാടക സമിതി മുന്നോട്ട്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മത്സരങ്ങൾ നടത്തും. കോവിഡ് വ്യാപന സാഹചര്യത്തിൽ എതിർപ്പുമായി ജപ്പാൻ നഗരങ്ങൾ. സ്പോർട്സ് ന്യൂസ്. അന്താരാഷ്ട്ര സൗഹൃദ ഫുട്ബോളിൽ ഫ്രാൻസിന് ജയം. എതിരില്ലാത്ത 3 ഗോളിന് ബൾഗേറിയയെ പരാജയപ്പെടുത്തി. ഒലിവർ ജിറൂഡിന് ഇരട്ട ഗോൾ. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ കൊളംബിയ അർജന്റീന മത്സരം സമനിലയിൽ. ഇരു ടീമുകളും 2 ഗോൾ നേടി സമനില പാലിച്ചു. ലോകകപ്പ് യോഗ്യതാ പോരാട്ടത്തിൽ ബ്രസീലിന് ജയം. പാരഗ്വേയെ പരാജയപ്പെടുത്തിയത് എതിരില്ലാത്ത 2 ഗോളിന്. ബ്രസീലിനായി ലൂക്കാസ് പക്വേറ്റയും നെയ്മറും ഗോൾ നേടി.
يسجل 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 امامنا هنا نيمار هي الفرصه الاولى المحاوله الاولى دانيلو يعمل العرضيه تعدي من ريتشارلسون تصل الى نيمار عشان يسجل اول اهداف هذه المباراه. ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം കാട്ടാക്കടയിൽ വിദ്യാർത്ഥികളെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ DGPയോട് വിശദീകരണം തേടി ബാലാവകാശ കമ്മീഷൻ. ജില്ലാ റൂറൽ പോലീസ് മേധാവിക്കും നോട്ടീസ്. കുട്ടികളെ മർദ്ദിച്ചില്ലെന്ന പോലീസിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് കമ്മീഷൻ. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പ്രധാന തോടുകളുടെയും നദികളുടെയും ശുചീകരണ ചുമതല ജലസേചന വകുപ്പിന് കൈമാറി. തീരുമാനം വെള്ളക്കെട്ട് പരിഹരിക്കാൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ. ജലസേചന വകുപ്പിന് ചുമതല നൽകിയത് ശുചീകരണം സംബന്ധിച്ച് വകുപ്പുകൾ തമ്മിൽ തർക്കം പതിവായതോടെ. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയും ഓക്സിജൻ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തമാകുന്നു. ഒരു ലിക്വിഡ് ഓക്സിജൻ പ്ലാന്റും 2 ഓക്സിജൻ ജനറേറ്ററും സ്ഥാപിക്കും. പ്രതിദിനം 6 കിലോ ലിറ്റർ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. കൊല്ലം കുളത്തൂപ്പുഴയിൽ വീട്ടിൽ നിന്ന് നാടൻ തോക്ക് കണ്ടെത്തി. പോലീസ് സംഘം പരിശോധനയ്ക്കെത്തിയത് ഭർത്താവ് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി കുളത്തൂപ്പുഴ സ്വദേശി നൽകിയ പരാതിയിൽ. ഒളിവിൽ പോയ വേണുവിനായി അന്വേഷണം. കൊല്ലം കുളത്തൂപ്പുഴയിൽ കാട്ടാമകളെ വേട്ടയാടി കടത്തുന്നതിനിടയിൽ 4 പേർ പിടിയിൽ. കാട്ടാമയും ഇറച്ചിയുമായി പിടിയിലായത് 50 ഏക്കർ സ്വദേശികൾ. റാന്നി താലൂക്ക് ആശുപത്രിയിൽ ആധുനിക ലേബർ ഡെലിവറി റിക്കവറി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കും. 69,75,000 രൂപയുടെ ഭരണാനുമതി. ലക്ഷ്യം പദ്ധതിയിലൂടെ ഗുണനിലവാരമുള്ള ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുമെന്ന് ആരോഗ്യ മന്ത്രി വീണ ജോർജ്. 800 കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്ത് അമ്പലപ്പുഴയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർ. സഹായം എത്തിച്ചത് പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ 10-12 വാർഡുകളിലെ കുടുംബങ്ങൾക്ക്. വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി. ആലപ്പുഴ മുതുകുളത്ത് എക്സൈസ് നടത്തിയ പരിശോധനയിൽ 40 ലിറ്റർ വ്യാജമദ്യവും 520 ലിറ്റർ കോടയും കണ്ടെടുത്തു. തെക്കുമുറിയിൽ മഹേന്ദ്രനെതിരെ കേസ്. 3000 രൂപയ്ക്ക് മദ്യവിൽപ്പന നടത്തിയിരുന്നതായി കണ്ടെത്തി. കോവിഡ് ബാധിതരുടെ വീട്ടിലെ പശുക്കൾക്ക് സംരക്ഷണ കേന്ദ്രമൊരുക്കി മലാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത്. കോവിഡ് ബാധിതരുടെ വീട്ടിലെ പശുക്കളെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. പശുക്കളുടെ പരിചരണത്തിനുള്ള സഹായങ്ങൾ പഞ്ചായത്ത് നൽകും. കോട്ടയം രാമപുരം പാലവേലിയിൽ കുളത്തിൽ വിഷം കലക്കി മത്സ്യങ്ങളെ കൊന്നൊടുക്കിയതായി പരാതി. തളിപ്പറമ്പിൽ നോബിൾ ഡൊമിനിക്കിന്റെ കുളത്തിലെ 4000 മത്സ്യങ്ങൾ ചത്തു. രാമപുരം പോലീസ് അന്വേഷണം തുടങ്ങി. തൊടുപുഴ നഗരസഭാ പരിധിയിൽ 60 വയസ്സിന് മുകളിലുള്ള എല്ലാവരുടെയും വാക്സിനേഷൻ അടിയന്തരമായി പൂർത്തിയാക്കും. 45 വയസ്സിന് മുകളിലുള്ളവർക്ക് സ്പോട്ട് രജിസ്ട്രേഷനിലൂടെ വാക്സിൻ നൽകും. മുൻഗണനാ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് വാക്സിൻ ഉറപ്പാക്കുമെന്ന് തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ്. ഇടുക്കി മലയിഞ്ചിയിൽ നായാട്ടിന് പോയ 2 പേർക്ക് വെടിയേറ്റു. തെന്നി വീണ് തോക്കിൽ നിന്ന് അബദ്ധത്തിൽ വെടിപൊട്ടുകയായിരുന്നു. പരിക്കേറ്റത് വെണ്ണിയാണി സ്വദേശികളായ മുകേഷ്, സന്തോഷ് എന്നിവർക്ക്. തൊടുപുഴ കുമാരമംഗലത്ത് സൗജന്യ ഭക്ഷണ കിറ്റ് വിതരണവുമായി AIYF പ്രവർത്തകർ. ഭക്ഷണം വിതരണം ചെയ്തത് കോവിഡ് ബാധിതർക്കും ക്വാറന്റീനിൽ കഴിയുന്നവർക്കും. കേരളത്തിന്റെ തീരങ്ങൾ സുരക്ഷിതമാക്കുന്നതിന് തീരദേശ സംരക്ഷണ അതോറിറ്റി രൂപീകരിക്കണമെന്ന് KCBC പ്രസിഡന്റ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. പ്രതികരണം ലോക സമുദ്രദിനവുമായി ബന്ധപ്പെട്ട് POCയിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ. കടൽക്ഷോഭത്തിലും കോവിഡ് പ്രതിസന്ധിയിലും ദുരിതമനുഭവിക്കുന്ന വൈപ്പിന് കൈത്താങ്ങുമായി കോതമംഗലം ജനകീയ കൂട്ടായ്മ. 9 ടൺ ഭക്ഷ്യവസ്തുക്കൾ എടവനക്കാട് SGPY KPM ഹൈസ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിന് എത്തിച്ചു നൽകി. ചെല്ലാണത്തെ ദുരിതബാധിതർക്ക് 16 ടൺ ഭക്ഷ്യവസ്തുക്കളും നേരത്തെ കൈമാറിയിരുന്നു. കനോലി കനാലിലെ മാലിന്യ കൂമ്പാരം വൃത്തിയാക്കി യുവജന കമ്മീഷൻ. ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ്. പാലക്കാട് ജില്ലയിൽ നിർധന കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തു. സഹായം എത്തിച്ചത് റെഡ്ഡീസ് ബ്ലഡ് കേരള പാലക്കാട് ജില്ലാ കമ്മിറ്റിയും ആളത്തൂർ ജനമൈത്രി പോലീസും സംയുക്തമായി. ഡിവൈഎഫ്ഐ എരുത്തേമ്പതി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്തവണ്ടി ഉദ്ഘാടനം ചെയ്തു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. നെന്മാറ, നെല്ലിയാമ്പതി, അയലൂർ പഞ്ചായത്തുകളിലെ രോഗികൾക്ക് മരുന്നുകൾ എത്തിച്ച് അയലൂർ പഞ്ചായത്ത് അംഗം പത്മഗിരീശൻ. സഹായം എത്തിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം മരുന്ന് വാങ്ങാൻ സാധിക്കാത്തവർക്ക്. പെരുമണ്ണ ക്ലാരിയിൽ കോവിഡ് വാക്സിനേഷൻ സെന്ററിനായി മദ്രസ വിട്ടു നൽകി. ക്ലാരി മ്യൂച്ചിക്കൽ സിറാജുൽ ഹുദ സുന്നി മദ്രസ കമ്മിറ്റി. മദ്രസ വിട്ടു നൽകിയത് പഞ്ചായത്തിന്റെ ആവശ്യപ്രകാരം. മലപ്പുറം KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം പുനരാരംഭിക്കാൻ തീരുമാനം. ഡിസംബർ 31-നകം നിർമ്മാണം പൂർത്തിയാക്കും. 4 നിലകളിലുള്ള ടെർമിനൽ നിർമ്മിക്കുന്നത് 7,90,00,000 രൂപ ചെലവിലാണ്.
കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് സംഭാവന നൽകി കടലുണ്ടി പഞ്ചായത്തിലെ വർക്ക്ഷോപ്പ് അനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മ 16,100 രൂപ കടലുണ്ടി പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി. നിയന്ത്രണങ്ങൾ ലംഘിച്ച് കടലുണ്ടി പുഴയിൽ മണൽ വാരാൻ ഉപയോഗിച്ച തോണി പിടികൂടി മലപ്പുറം പോലീസ്. പരിശോധന നടത്തിയത് CI പ്രേമദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം. ദേശീയപാതയിൽ ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്ത് SYS അത്തോളി സർക്കിൾ സാന്ത്വനം പ്രവർത്തകർ. ദേശീയപാതയിലെ തിരുവങ്ങൂരിലും സംസ്ഥാന പാതയിലെ അത്തോളിയിലും ദിവസവും വിതരണം ചെയ്തത് 500 ഭക്ഷണപ്പൊതികൾ. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് കൽപ്പറ്റ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി പത്മ പെട്രോൾ പമ്പിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഉദ്ഘാടനം ചെയ്ത് C മൊയ്തീൻകുട്ടി. പുൽപ്പള്ളി പഞ്ചായത്തിൽ പൾസ് ഓക്സിമീറ്ററുകൾ വിതരണം ചെയ്ത് KPSTA വയനാട് ജില്ലാ കമ്മിറ്റി. പൾസ് ഓക്സിമീറ്ററുകൾ കൈമാറി KPSTA ജില്ലാ വൈസ് പ്രസിഡന്റ് ഷിജു കുടിലിൽ. കിഫ്ബി ഫണ്ടിൽ നിന്ന് 62 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം നടത്തുന്ന ഉള്ളിക്കൽ കണിയാർവയൽ റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. സമരം നടത്തിയത് DYFI കല്യാട് മേഖലാ കമ്മിറ്റി. മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും പരാതി നൽകി. പെട്രോൾ വില വർധനവിനെതിരെ അല കേരളയുടെ വേറിട്ട പ്രതിഷേധം. കരിവെള്ളൂരിലെ പെട്രോൾ പമ്പിന് മുന്നിലെ ദേശീയപാതയിലൂടെ ദേഹത്ത് പോസ്റ്ററുകൾ പതിച്ച് ഇഴഞ്ഞു നീങ്ങി പ്രതിഷേധിച്ചു. പെട്രോൾ അടിക്കാനെത്തിയവർക്ക് പ്രതിഷേധ സൂചകമായി ലഡു വിതരണം ചെയ്തു. ഇന്ധന വില വർധനവിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത് നഗരത്തിൽ സൈക്കിൾ റാലി നടത്തി. വ്യാപാര മേഖലയിൽ സർക്കാർ നിയന്ത്രണം കടുപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. സമയക്രമം പാലിച്ച് മുഴുവൻ കടകളും തുറക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യം. വാക്സിൻ എടുത്ത പെൺകുട്ടി നൽകിയ വിവാഹ പരസ്യം എന്ന തലക്കെട്ടിൽ പ്രചരിക്കുന്നത് വ്യാജ സന്ദേശം. വാസ്തവത്തിൽ ഇത്തരമൊരു പരസ്യം പ്രസിദ്ധീകരിച്ചിട്ടില്ല. പ്രചരിക്കുന്നത് വ്യാജമായി നിർമ്മിച്ച ചിത്രം. 13,000 കോടിയിൽ തനിക്ക് ലഭിച്ചത് 32% മാത്രമെന്ന് വിവാദ വ്യവസായി നീരവ് മോദി പറഞ്ഞു. സത്യാവസ്ഥ പരിശോധിക്കാം. വിവാദ വ്യവസായി നീരവ് മോദി ലണ്ടൻ കോടതിയിൽ പറഞ്ഞത് എന്ന പേരിൽ ഒരു കുറിപ്പ് സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് കടന്നതല്ല, പുറത്താക്കപ്പെട്ടതാണ്. 13,000 കോടിയിൽ ലഭിച്ച പങ്ക് 32%. ബാക്കിയെടുത്തത് BJP നേതാക്കളുമെന്ന് നീരവ് മോദി പറഞ്ഞതായാണ് വാർത്തയിൽ. നിരവധി പേരാണ് കുറിപ്പ് ട്വിറ്ററിൽ പങ്കുവച്ചത്. എന്നാൽ ഈ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ വ്യാജമാണ്. വാർത്താമാധ്യമങ്ങൾ ഇത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ കുറിപ്പിനൊപ്പം പ്രചരിക്കുന്ന ഓൺലൈൻ മാധ്യമത്തിന്റെ സ്ക്രീൻഷോട്ടും യഥാർത്ഥമല്ലെന്ന് കണ്ടെത്തി. ജാർഖണ്ഡിൽ ശനി ഞായർ ദിവസങ്ങളിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ. അവശ്യ സേവനങ്ങൾക്ക് മാത്രം അനുമതി. നടപടി പ്രതിദിന കോവിഡ് കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ. ഓൺലൈൻ വഴി ഇന്ത്യയിൽ സാമ്പത്തിക തട്ടിപ്പും ഡേറ്റ മോഷണവും നടത്തിവന്ന ചൈനീസ് സംഘത്തിന്റെ ശൃംഖല തകർത്ത് ഡൽഹി സൈബർ സെൽ. തട്ടിപ്പ് നടത്തിയത് ഫേക്ക് നിക്ഷേപക ആപ്പുകൾ ഉപയോഗിച്ച്. സംഘം തട്ടിയത് 5 ലക്ഷം പേരിൽ നിന്നും 150 കോടിയിലധികം രൂപ. കർണാടകയിലെ അൺലോക്ക് നടപടികൾ 4 മുതൽ 5 ഘട്ടങ്ങളിലായി നടപ്പാക്കുമെന്ന് മന്ത്രി അശോക. നിലവിലെ ലോക്ഡൌൺ ജൂൺ 14 അവസാനിക്കും. ഇടുക്കിയിലെ വിവാദ മരമുറിയിൽ പൊതുമരാമത്തിനെ തള്ളി റവന്യൂ വകുപ്പും. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളെക്കുറിച്ച് റവന്യൂ വകുപ്പ് കലക്ടർ നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. അപകട ഭീഷണി ഉയർത്തുന്ന 10 മരങ്ങൾ മുറിച്ചു നീക്കാൻ മാത്രമാണ് അനുമതി നൽകിയത്. എന്നാൽ 50-ലേറെ മരങ്ങൾ മുറിച്ചു നീക്കിയത് അനുമതിയില്ലാതെയാണ്. കോവിഡ് ബാധിതയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർ അറസ്റ്റിൽ. സംഭവം കർണാടകയിലെ കൽബുർഗിയിൽ. ഗുൽബർഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കാർഡിയോളജി വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന 25-കാരിയെയാണ് പീഡിപ്പിച്ചത്.